വെൽക്കം ടു PSC സ്റ്റുഡിയോ. നമുക്ക് ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിലെ അധ്യായം 19 നോക്കാം. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. 18-ാം നൂറ്റാണ്ടിൽ വേണാട് അതിപ്രഗത്ഭരായ 2 ഭരണാധിപന്മാർക്ക് ജന്മം നൽകി. മാർത്താണ്ഡവർമ്മ 1729, ധർമ്മരാജാവ് എന്ന പേരിൽ പ്രശസ്തനായ കാർത്തിക തിരുനാൾ രാമവർമ്മ 1758-98 എന്നിവരാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ആ മഹാരഥന്മാർ. ഇവരുടെ വിദഗ്ധമായ മാർഗദർശനത്തിലും നേതൃത്വത്തിലും തിരുവിതാംകൂർ സൈനിക ശക്തിയാൽ പ്രബലമായ ഒരു പ്രമുഖ രാജ്യമെന്ന പദവിയിലേക്ക് ഉയർന്നു. മാർത്താണ്ഡവർമ്മ അയൽനാടുകൾ വെട്ടിപ്പിടിച്ചു. ഗണനിയമമാം വിധം രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു. ധർമ്മരാജാവാകട്ടെ മുൻഗാമി കീഴടക്കിയ രാജ്യങ്ങൾ ഭദ്രമായി ഏകീകരിക്കുകയും മൈസൂരിൻ്റെ ഭീഷണിക്ക് മുൻപിൽ രാജ്യത്തെ ഒന്നായി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഈ ഭരണനായകന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത അവലോകനമാണ് ഈ അധ്യായം. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ നയം. മാർത്താണ്ഡവർമ്മ തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ അഥവാ തിരുവിതാംകോട് അഥവാ പിൽക്കാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരം ഏറ്റപ്പോൾ വേണാട് ആകെക്കൂടി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയായിരുന്നു. ഭരണകാര്യ നിർവഹണത്തിന് വേണ്ടത്ര സജ്ജീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും അതൃപ്തികരമായിരുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. രാജാധികാരം എവിടെയും മാനിക്കപ്പെട്ടിരുന്നില്ല. രാജ്യത്തിലെ പൊതുജീവിതത്തെ പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി സ്വയം പ്രതിഷ്ഠ നേടിയിരുന്നു. യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ രാജകാര്യങ്ങളിൽ നാടുവാഴിത്തത്തിൻ്റെ ഘടകങ്ങൾക്കായിരുന്നു മുൻകൈ. ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങി യൂറോപ്യൻ ശക്തികളുടെ പരസ്പര മാത്സര്യം സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി. ഇങ്ങനെ മാർത്താണ്ഡവർമ്മ ഭരണമേറ്റപ്പോൾ വിപത്കരമായ ഒരു വിശേഷത്തെയാണ് അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. യുവാവായ മാർത്താണ്ഡവർമ്മ ഹൃദയദാർഢ്യത്തോടെ സന്ദർഭത്തിനൊത്ത് ഉയർന്നു. നാടുവാഴ്ത്ത ഘടകങ്ങളെ തകർക്കുകയും രാജാവിൻ്റെ അധികാരത്തെ സർവാധൃതമാക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തോടെ ചോരയുടെയും ഇരുമ്പിൻ്റെയും ഒരു നയം അദ്ദേഹം കൈക്കൊണ്ടു. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വെളിയിൽ നിന്ന് സഹായം തേടാനും അദ്ദേഹം തീരുമാനിച്ചു. രാജാധികാരത്തെ എതിർത്തുപോന്ന നാടുവാഴ്ത്തത്തിൻ്റെ ശക്തികളെ അടിച്ചമർത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും മധുര നായ്ക്കന്മാരുമായും ഉടമ്പടിയുണ്ടാക്കി. അവരുടെ പിന്തുണ സമ്പാദിക്കണമെന്ന് യുവരാജാവായിരിക്കുമ്പോൾ തന്നെ മാർത്താണ്ഡവർമ്മ മാതുലനെ ഉപദേശിച്ചിരുന്നു. അദ്ദേഹം അധികാരമേറ്റപ്പോൾ ഈ നയം കൂടുതൽ വീറോടെ തുടരുകയാണ് ഉണ്ടായത്. പിള്ളമാരുടെയും മാടമ്പിമാരുടെയും ശക്തി തകർന്ന് സുശക്തവും കേന്ദ്രീകൃതവുമായ രാജവാഴ്ച സുസ്ഥാപിതമാക്കി. തിരുവിതാംകൂറിനെ ഒരു പ്രബല സൈനിക രാജ്യമായി ഉയർത്തിയതോടെ മാർത്താണ്ഡവർമ്മയുടെ ഈ നയം ആത്യന്തികമായ വിജയം വരിച്ചു. ഭരണസമ്പ്രദായത്തിൻ്റെ പുനഃസംവിധാനത്തിലായിരുന്നു മാർത്താണ്ഡവർമ്മ ആദ്യമായി ശ്രദ്ധിച്ചത്. അദ്ദേഹം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും പൊതുചെലവിൽ മിതവ്യയം ഉറപ്പുവരുത്താൻ മനസ്സിരുത്തുകയും ചെയ്തു. സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നതിൽ രാജാവിൻ്റെ സവിശേഷ ദൃഷ്ടി പതിഞ്ഞു. പുതിയ ആയുധങ്ങൾ നൽകി സൈന്യത്തെ സജ്ജമാക്കുകയും അച്ചടക്കം കർശനമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ രീതിയിലും സന്നദ്ധനായ ശേഷം അദ്ദേഹം അന്തഃഛിദ്രത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ശക്തികളെ തുടച്ചു നീക്കുന്നതിൽ വ്യാപൃതനായി. ഓക്കെ, അപ്പം ഒന്നാമത് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ നയത്തെ പറ്റിയാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ തിരുവിതാംകൂർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത് കഴിഞ്ഞിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിട്ട് 1729 എന്നാണ് 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആ ഒരു ടൈമിൽ ഇത് നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ഇതേപോലെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഭരണകാര്യ നിർവഹണത്തിന് വേണ്ടത്ര സജ്ജീകരണമൊന്നും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല.
തികച്ചും അതൃപ്തികരമായിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. രാജാധികാരം എവിടെയും മാനിക്കപ്പെട്ടിരുന്നില്ല. രാജ്യത്തിലെ പൊതു ജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായിട്ട് സ്വയം പ്രതിഷ്ഠ ആ സമയത്ത് നേടിയിരുന്നു. യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, രാജ്യകാര്യങ്ങളിൽ നാടുവാഴിത്തത്തിൻ്റെ ഘടകങ്ങൾക്കായിരുന്നു മുൻകൈ എന്ന് പറയുന്നത്. അതുപോലെ ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ അവരുടെ പരസ്പര മത്സരം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ കൂടുതൽ സങ്കീർണമാക്കിയെന്ന് പറയാം. ആ സമയത്ത് മാർത്താണ്ഡവർമ്മ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം കൊണ്ടുവരുന്നു. ഈ മാടമ്പിമാരെയൊക്കെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട്, നാടുവാഴികളെയൊക്കെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും മധുര നായ്ക്കന്മാരുടെയും ഇവരുമായിട്ടൊക്കെ ഉടമ്പടി ഉണ്ടാക്കി. അവരുടെ ഹെൽപ്പോട് കൂടി മുൻപോട്ട് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഉടമ്പടികളൊക്കെ ഉണ്ടാക്കിയത്. ഭരണസമ്പ്രദായത്തിൻ്റെ പുനഃസംവിധാനത്തിലായിരുന്നു മെയിനായിട്ട് ശ്രദ്ധ കൊടുത്തിരുന്നത്. ആ ഭരണസമ്പ്രദായം മൊത്തം ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം, ഈ പിള്ളമാരെയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട്. അതായിരുന്നു മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സൈന്യം, നായർ ബ്രിഗേഡ് എന്ന് പറയുന്നൊരു സൈന്യം ഉണ്ടായിരുന്നു. അതുപോലെ മാർത്താണ്ഡവർമ്മ മറവപ്പട എന്ന് പറയുന്ന സൈന്യത്തിന് രൂപം നൽകുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നതിൽ, അതുപോലെ പുതിയ ആയുധങ്ങൾ സൈന്യത്തിന് നൽകി അവരെ സുസജ്ജമാക്കുക, അതുപോലെ അച്ചടക്കം കർശനമായി നടപ്പിലാക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ അന്തഛിദ്രത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ശക്തികളെ തുടച്ചു നീക്കുന്നതിൽ വ്യാപൃതനായതും കൂടി ഓർക്കുക. പിള്ളമാരെ അടിച്ചമർത്തുന്നു. പിള്ളമാരെന്ന് പറഞ്ഞാൽ 8 വീട്ടിൽ പിള്ളമാർ. ആരായിരുന്നു 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളായിരുന്നു ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. ഈ രാജാധികാരത്തിൻ്റെ ബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇവരെ ഇല്ലാതാക്കുന്നുണ്ട്. നോക്കാം. നാട് നീങ്ങിയ രാജാവിൻ്റെ പുത്രന്മാരായ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും മാർത്താണ്ഡവർമ്മയുടെ സിംഹാസന ആരോഹണത്തെ തുടർന്ന് മക്കത്തായമനുസരിച്ച് തൃപ്പാപ്പൂർ സിംഹാസനത്തിനുമേൽ അവകാശവാദം ഉന്നയിച്ചു. പിള്ളമാർക്കും യോഗക്കാർക്കും പുറമെ മധുര നായ്ക്കർക്കും അവർക്ക് പിന്തുണ നൽകി. തമ്പിമാരെ സഹായിക്കാൻ മധുര നായ്ക്കൻ അയച്ച സേനയെ സേനാനായകനായ അഴകപ്പ മുതലിയാർക്ക് കൈക്കൂലി കൊടുത്ത് മാർത്താണ്ഡവർമ്മ മടക്കി അയച്ചു. 1730 അദ്ദേഹം തമ്പിമാർക്കെതിരായി ഉറച്ച നടപടികളെടുത്തു. മാർത്താണ്ഡവർമ്മ നാഗർകോവിൽ ആയിരുന്നപ്പോൾ രാജസേവകന്മാർ തമ്പിമാരെ ബന്ധനസ്ഥരാക്കി അദ്ദേഹത്തിന് മുൻപിൽ ഹാജരാക്കി. താമസിയാതെ രാജകൽപ്പന പ്രകാരം അവർ വധിക്കപ്പെട്ടു. തമ്പിമാരുടെ അനുഭവം പിള്ളമാർക്കും അവരുടെ കൂട്ടുകാർക്കും ഉഗ്രമായ ഒരു താക്കീതായിരുന്നു. പെട്ടെന്ന് അവർ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും രാജാവിനെക്കുറിച്ച് അപ്രീതി പ്രചരിക്കുമാറ് അവരുടെ അവഗണനാ പരിപാടി ധിക്കാരപൂർവ്വം തുടരുകയുണ്ടായി. രാജാവിനെതിരായി ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി അവരെ തടവിലാക്കാൻ മാർത്താണ്ഡവർമ്മ കർശനമായ കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ കലാപകാരികളും തടവിലാക്കപ്പെട്ടു. രാജാവ് അവരോട് നിർദാക്ഷിണ്യം പെരുമാറി. അദ്ദേഹം പോറ്റിമാരെ ഉടൻ തന്നെ നാടുകടത്തുകയും പിള്ളമാരെ വധിക്കുകയും ചെയ്തു. പിള്ളമാരുടെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുവർക്ക് വിറ്റു. വീടുകളെല്ലാം കുളം തോണ്ടി. മാർത്താണ്ഡവർമ്മയുടെ നിർദാക്ഷിണ്യമായ ഈ നടപടികൾ തിരുവിതാംകൂറിൽ നാടുവാഴ്ത്തത്തിൻ്റെ ജീർണപ്രസാദങ്ങളെ നിലംപരിശാക്കുകയും നാടുവാഴുന്ന രാജാവിൻ്റെ പരിരക്ഷണത്തിൽ പ്രബലവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണത്തിൻ്റെ പുതിയ കാലഘട്ടം ഉദയം കൊള്ളുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടം വായിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ ഒരു ദുഷ്ടനായിരുന്നു, കറക്റ്റ് പറഞ്ഞാൽ അല്ലേ. അതായത് പുള്ളിക്കാരൻ്റെ കസിൻസ് തന്നെയായിരുന്നു പത്മനാഭ തമ്പി, രാമൻ തമ്പി. അതായത് നേരത്തെ രാജാവായിരുന്ന ആളുടെ മക്കളായിരുന്നു. ഒരു മക്കത്തായം അനുസരിച്ച് സിംഹാസനത്തിൻ്റെ അവകാശവാദം പറഞ്ഞു. ഇവർ ഈ ഒരു അവകാശവാദം പറഞ്ഞുകൊണ്ട് തന്നെ പിള്ളമാർ, യോഗക്കാർ, മധുര നായ്ക്കന്മാരെല്ലാം തമ്പിമാരെയാണ് സപ്പോർട്ട് ചെയ്തത്. 1730 തമ്പിമാർക്കെതിരെ മാർത്താണ്ഡവർമ്മ ഉറച്ച നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് അവരെ തടവിലാക്കി വധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കെതിരെ നിന്ന് എല്ലാ കലാപകാരികളെയും തടവിലാക്കുകയും അവരോടൊക്കെ നിർദാക്ഷിണ്യമാണ് പെരുമാറുന്നത്. അതുപോലെ പിള്ളമാരെ വധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിള്ളമാരുടെ വസ്തുവകൾക്ക് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നുണ്ട്. അതുപോലെ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുവർക്ക് വിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ദുഷ്ടനായോണ്ടായിരിക്കും.
പിന്നെ വീടുകൾ കുളം തോണ്ടി. അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ നിന്നാണ് കുളം തോണ്ടുക എന്ന് പറയുന്ന വാക്ക് വന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ജസ്റ്റ് ഓർക്കുക. ആറ്റിങ്ങലിൻ്റെ ലയനം. ഓക്കെ, ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. 1730 അതായത് 8 വീട്ടിൽ പിള്ളമാരെ അതിനുശേഷം മേയ്ക്കാ മണ്ഡപത്ത് വെച്ച്, എവിടെയാണ്, തിരുവിതാംകൂറിലെ മേയ്ക്കാ മണ്ഡപത്ത് വെച്ചിട്ട്, തിരുവിതാംകൂറിലല്ല തമിഴ്നാട്ടിലെ മേയ്ക്കാ മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റു എന്നൊക്കെയുള്ളൂ കേട്ടോ. അപ്പം 1730 തന്നെയാണ് ആറ്റിങ്ങലിൻ്റെ ലയനം. നാടുവാഴ്ത്തത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ശക്തികളെ അമർത്തിയതിനു ശേഷം മാർത്താണ്ഡവർമ്മ രാജ്യം വിസ്തൃതമാക്കാൻ അയൽനാടുകൾ വെട്ടിപ്പിടിക്കുന്നതിൽ വ്യാപൃതനായി. ആറ്റിങ്ങൽ ദേശവാഴിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുകയും അങ്ങനെ ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ വിദേശ ശക്തികളുമായി ആറ്റിങ്ങൽ തമ്പുരാട്ടിമാർക്ക് സ്വതന്ത്രമായി ഉണ്ടായിരുന്ന ഇടപാടുകൾ തടയുകയുമായിരുന്നു അദ്ദേഹം ആദ്യമായി ചെയ്തത്. തിരുവിതാംകോടിൻ്റെ പരമാധികാരിയും വേണാട്ട് രാജവംശത്തിൻ്റെ തലവനും എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മയ്ക്കുണ്ടായിരുന്ന ന്യായമായ അവകാശം ഉപയോഗിച്ച് കൈക്കൊണ്ട ഒരു ഭരണ നടപടി മാത്രമായിരുന്നു ആറ്റിങ്ങലിൻ്റെ ഈ ലയനം. അല്ലാതെ ചില ഗ്രന്ഥകാരന്മാർ കരുതും പോലെ സ്വതന്ത്രമായ ഒരു രാജ്യം അദ്ദേഹം ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നില്ല. ആറ്റിങ്ങൽ ബലം പ്രയോഗിച്ച് കീഴടക്കിയതൊന്നുമല്ല. എന്താണ്, ആറ്റിങ്ങൽ തമ്പുരാട്ടിമാർക്ക് സ്വതന്ത്രമായി ഉണ്ടായിരുന്ന ഉമ്മയമ്മ റാണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ആ സ്വതന്ത്രമായി ഉണ്ടായിരുന്ന ഇടപാടുകൾ തടയുകയായിരുന്നു അയാൾ ചെയ്തത്, മാർത്താണ്ഡവർമ്മ. ഓക്കെ, പിന്നെ കൊല്ലവുമായുണ്ടായ യുദ്ധം. തൻ്റെ മാതുലനായ ഉണ്ണികേരളവർമ്മ സ്വതന്ത്രമായി അധികാരം നടത്തിപ്പോന്ന കൊല്ലം അല്ലെങ്കിൽ ദേശിങ്ങനാട് ആയിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അടുത്ത ലക്ഷ്യം. ഉണ്ണികേരളവർമ്മ കായംകുളവുമായി ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു. അദ്ദേഹം കായംകുളത്ത് നിന്ന് ഒരു രാജകുമാരിയെ ദത്തെടുത്ത് ആ സഖ്യം ദൃഢപ്പെടുത്തുകയുണ്ടായി. കല്ലടയുടെ ഒരു ഭാഗം തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്നത് അദ്ദേഹം കൈയെടുക്കുകയും ചെയ്തിരുന്നു. ദേശിങ്ങ നാട്ടുരാജാവിൻ്റെ ഈ 2 പ്രവൃത്തികളും യുവാവായ തൻ്റെ നേർക്കുണ്ടായ വെല്ലുവിളിയായിട്ടാണ് മാർത്താണ്ഡവർമ്മ കണ്ടത്. തൃപ്പാപ്പൂർ സൈന്യം ദളവ അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണികേരളവർമ്മ തോൽക്കുകയും ചെയ്തു. കായംകുളത്തു നിന്ന് ഉള്ള ദത്ത് റദ്ദു ചെയ്യുമെന്നും കോട്ടകൾ പൊളിച്ചു മാറ്റാമെന്നും മാർത്താണ്ഡവർമ്മയുമായി പഴയപോലെ സ്നേഹബന്ധം പുനഃസ്ഥാപിച്ചു കൊള്ളാമെന്നും ഉണ്ണികേരളവർമ്മ വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുചെന്ന് വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ ഒരു രാജകീയ തടവുകാരനായി പാർപ്പിച്ചു. കൊല്ലത്ത് സമാധാന സംരക്ഷണത്തിന് വേണ്ടി തൃപ്പാപ്പൂർ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം അറുമുഖം പിള്ളയുടെ കീഴിൽ താവളമാക്കി. ഓക്കെ, ഇനി കൊല്ലം പിടിച്ചെടുത്തതിനെ പറ്റിയാണ്. നമ്മൾ ആദ്യം ആറ്റിങ്ങൽ പറഞ്ഞു അല്ലേ. ഇനി കൊല്ലം പിടിച്ചെടുത്തതിനെ പറ്റി പറയുമ്പം കൊല്ലം അല്ലെങ്കിൽ ദേശിങ്ങനാട് ആ ഒരു ടൈമിൽ, ആ ഒരു ദേശിങ്ങനാട് അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഏതാണ്, ഈ പുള്ളിക്കാരൻ്റെ മാർത്താണ്ഡവർമ്മയുടെ മാതുലനായ ഉണ്ണികേരളവർമ്മയ്ക്കായിരുന്നു. ഓക്കെ, ഉണ്ണികേരളവർമ്മയ്ക്കായിരുന്നു. അദ്ദേഹത്തിന് കായംകുളവുമായിട്ടൊരു സഖ്യമുണ്ടാക്കിയിരുന്നു. കായംകുളവുമായിട്ട് പിന്നെ കായംകുളത്തെ ഒരു രാജകുമാരിയെ അദ്ദേഹം ദത്തെടുത്ത് ആ ഒരു സഖ്യം ദൃഢപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്നത് എന്താണ്, പുള്ളി കൈയടക്കി വെച്ചേക്കുവാണ് എന്നൊക്കെയുള്ളൊരു വിചാരമായിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ തൃപ്പാപ്പൂർ സൈന്യം ആ സമയത്ത് തൃപ്പാപ്പൂർ സൈന്യം എന്താണ്, അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അതുപോലെ തന്നെ ഉണ്ണികേരളവർമ്മ തോൽക്കുകയും ചെയ്തു. പിന്നീട് എന്താണ്, ഈ ഉണ്ണികേരളവർമ്മേനെ ഒരു രാജകീയ തടവുകാരനാക്കി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ എന്താണ്, ഈ തൃപ്പാപ്പൂർ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം അറുമുഖം പിള്ളയുടെ കീഴിൽ കൊല്ലത്ത് എന്താണ് താവളവുമാക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കൊല്ലത്തിൻ്റെ കൊല്ലവുമായി ഉണ്ടായ യുദ്ധം എന്ന് പറയുന്നത്. ഇനി കായംകുളവുമായി ഉണ്ടായ യുദ്ധം. ഉണ്ണികേരളവർമ്മയുടെ അനുഭവം കായംകുളം രാജാവിനെ സംപ്രാതനാക്കി. ഇതിനകം മാർത്താണ്ഡവർമ്മ മാർത്ത പിടിക്കുകയും സൈന്യത്തെ കായംകുളത്തിനെതിരായി സന്നദ്ധമാക്കി നിർത്തുകയും ചെയ്തു. കായംകുളം രാജാവ് കൊച്ചി, പുറക്കാട്, വടക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായി ചേർന്ന് തിരുവിതാംകൂറിനെതിരായി ഒരു സഖ്യകക്ഷിക്ക് രൂപം നൽകുന്നതിന് മുൻകൈയെടുത്തു. അദ്ദേഹം തിരുവനന്തപുരം തടവിലായിരുന്ന ദേശിങ്ങനാട്ട് രാജാവുമായി ബന്ധം പുലർത്താനും സഖ്യകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പുകൊടുക്കാനും രഹസ്യദൂതന്മാരെ അയച്ചു. ഉണ്ണികേരളവർമ്മ തടവ് ചാടി സഖ്യകക്ഷികളുമായി ചേർന്നു. അദ്ദേഹം പുതിയ കോട്ടകൾ കെട്ടി. തൃപ്പാപ്പൂർ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടയുള്ള ആക്രമണത്തിനെതിരെ കൊല്ലത്തിൻ്റെ പ്രതിരോധ സജ്ജീകരണം ശക്തിപ്പെടുത്തി.
ഡച്ചുകാർ അദ്ദേഹത്തിന് പിന്തുണ നൽകാമെന്ന് ഏറ്റെങ്കിലും വാഗ്ദാനത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല. കായംകുളം രാജാവ് മാർത്ത ആക്രമിക്കുകയും തിരുവല്ലായിൽ നെടുംപുറം കൊട്ടാരത്തിൽ താമസിക്കുകയുമായിരുന്ന ആറ്റിങ്ങൽ റാണിയെ അപമാനിക്കുകയും ചെയ്തു. ദേശിങ്ങനാട്ട് രാജാവിൻ്റെ എതിർപ്പും ഡച്ചുകാരുടെ ഉപാജാപങ്ങളും മാർത്താണ്ഡവർമ്മയെ ഉറച്ച നടപടികൾക്ക് പ്രേരിപ്പിച്ചു. എളയെടുത്ത് സ്വരൂപത്തിൻ്റെയും കായംകുളത്തിൻ്റെയും സൈനിക ശക്തികൾ ഒന്നിക്കാതിരിക്കാൻ അദ്ദേഹം നെടുമങ്ങാട്ടും കൊട്ടാരക്കരയും പിടിച്ചെടുത്തു. 1734 എളയെടുത്ത് സ്വരൂപത്തിലെ അംഗങ്ങളെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. അനന്തരം മാർത്താണ്ഡവർമ്മ കൊല്ലം പിടിച്ചെടുക്കാൻ തൻ്റെ വിശ്വസ്തനായ ദളവ രാമയ്യനോട് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സൈന്യത്തെ കൊല്ലത്തേക്ക് നിയോഗിക്കുകയും ചെയ്തു. കായംകുളത്തിൻ്റെ ദളവയായ അച്യുതവാര്യരുടെ നേതൃത്വത്തിൽ പ്രതിരോധം രാമയ്യനെ പരാജയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. മാർത്താണ്ഡവർമ്മ തൻ്റെ സൈന്യത്തെ ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും സഹായത്തോടുകൂടി ആധുനിക രീതിയിൽ ആയുധം അണിയിപ്പിച്ചുകൊണ്ട് കൊല്ലത്തിൻ്റെ നേർക്ക് പുതിയ പടനീക്കങ്ങൾ ആരംഭിച്ചു. തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ 1734 കായംകുളം രാജാവ് യുദ്ധരംഗത്ത് വെച്ച് വധിക്കപ്പെട്ടു. എങ്കിലും ലക്ഷ്യം നേടുന്നതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചില്ല. മരിച്ച രാജാവിൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്തിൻ്റെയും കായംകുളത്തിൻ്റെയും പ്രതിരോധം തുടർന്നു. മാർത്താണ്ഡവർമ്മ പരാജയം സമ്മതിച്ച് രാജധാനിയിലേക്ക് മടങ്ങി. അപ്പം കൊല്ലവുമായുണ്ടായ ഒരു കായംകുളവുമായുണ്ടായ യുദ്ധം നമ്മൾ പറഞ്ഞു. കൊല്ലം രാജാവും കായംകുളം രാജാവും തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം എന്താണ് ഉണ്ണി കേരളവർമ്മയുടെ അനുഭവം എന്ന് പറയുന്നത് കായംകുളം രാജാവിനെ ഭയങ്കര വിഷമത്തിലാക്കി. അത് കഴിഞ്ഞപ്പോൾ കായംകുളം രാജാവ് കൊച്ചി, പുറക്കാട്, വടക്കുംകൂറ് ഇവിടുത്തെ രാജാക്കന്മാരുമായിട്ടൊക്കെ ചേർന്ന് തിരുവിതാംകൂറിനെതിരെ ഒരു സഖ്യകക്ഷിക്ക് രൂപം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണി കേരളവർമ്മ രാജാവിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രഹസ്യ ദൂതന്മാരെ എത്തിച്ചിട്ട് ഈ സഖ്യകക്ഷികളുടെ പിന്തുണയൊക്കെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ണി കേരളവർമ്മ തടവ് ചാടി. ഓക്കെ, പിന്നീട് കോട്ടകൾ കെട്ടുന്നുണ്ട്. തൃപ്പാപ്പൂർ ഭാഗത്തു നിന്നുണ്ടാകാൻ ഇടയുള്ള ആക്രമണത്തെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധ സജ്ജീകരണം ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർ ഡച്ചുകാരുടെ പിന്തുണ ഡച്ചുകാർക്ക് പിന്തുണ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്ര ആത്മാർത്ഥ വാക്കൊന്നും ആയിരുന്നില്ല. പിന്നീട് കായംകുളം രാജാവ് മാർത്ത ആക്രമിക്കുകയും അതുപോലെ തിരുവല്ലായി നെടുംപുറം കൊട്ടാരത്തിൽ താമസിക്കുക എന്ന ആറ്റിങ്ങൽ റാണിയെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആറ്റിങ്ങൽ റാണിയൊക്കെ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഈ നമ്മുടെ ഉണ്ണി രാജാവിൻ്റെ എതിർപ്പും അതുപോലെ ഡച്ചുകാരുടെ ഉപജാപങ്ങളും മാർത്താണ്ഡവർമ്മയെ ഉറച്ച നടപടികളിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. എളയെടുത്ത് സ്വരൂപത്തിൻ്റെയും കായംകുളത്തിൻ്റെയും സൈനിക ശക്തികൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെടുമങ്ങാടും കൊട്ടാരക്കരയും ആര് പിടിച്ചെടുക്കുന്നുണ്ട്? മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നുണ്ട്. 1734 രാമയ്യൻ, മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്നു രാമയ്യോട് കൊല്ലം പിടിച്ചെടുക്കാൻ വിടുന്നുണ്ട്. പക്ഷേ കായംകുളത്തിൻ്റെ ദളവയായിരുന്നു അച്യുതവാര്യരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിരോധിച്ച് കൊല്ലത്ത് നിന്ന് രാമയ്യന് പിൻവാങ്ങേണ്ടി വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയൊക്കെ ഹെൽപ്പോട് കൂടി ആയുധങ്ങളൊക്കെ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യുന്നുണ്ട് മാർത്താണ്ഡവർമ്മ. ഓക്കെ, വീണ്ടും പടനീക്കങ്ങൾ ആരംഭിച്ചു. പിന്നീട് 1734 തന്നെ കായംകുളം രാജാവിനെ യുദ്ധരംഗത്ത് വെച്ച് വധിക്കുന്നുണ്ട്. പക്ഷേ കായംകുളം രാജാവിന് ഒരു അനിയനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വീണ്ടും യുദ്ധം ആരംഭിക്കുന്നുണ്ട്. പിന്നീട് മാർത്താണ്ഡവർമ്മയ്ക്ക് പരാജയം സമ്മതിച്ചേ പറ്റത്തുള്ളായിരുന്നു. പിന്നീട് ഈ പരാജയം സംബന്ധിച്ച് അങ്ങേര് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഇതാണ് കായംകുളവുമായിട്ടുള്ള യുദ്ധത്തിൽ പറയുന്നത്. എളയെടുത്ത് സ്വരൂപത്തിനെതിരായ യുദ്ധം. എളയെടുത്ത് സ്വരൂപത്തിൻ്റെ അതായത് കൊട്ടാരക്കര നേർക്കായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അടുത്ത നീക്കം. തിരുവനന്തപുരം ഏകാന്ത തടവിലായിരുന്ന എളയെടുത്ത് സ്വരൂപത്തിലെ മൂപ്പൻ 1736 മരിച്ചപ്പോൾ അധികാരമേൽക്കാൻ മൂത്ത റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല. റാണി തെക്കുംകൂറിൽ രാഷ്ട്രീയ അഭയം തേടി. മാർത്താണ്ഡവർമ്മയുടെ വളർന്നുവരുന്ന ശക്തിക്ക് കടിഞ്ഞാണിടാൻ അവസരം കാത്തുകൊണ്ടിരുന്ന ഡച്ചുകാർ രാജ്യം വിട്ടോടിപ്പോയ റാണിക്ക് വേണ്ടി രംഗത്ത് വന്നു. വാൻ ഇഹോഫ്
മാർത്താണ്ഡവർമ്മയെ സന്ദർശിച്ച് അയൽരാജ്യങ്ങളുടെ നേർക്ക് അദ്ദേഹം അനുവർത്തിച്ചു പോന്ന നയങ്ങളോടുള്ള പ്രതിഷേധം അറിയിച്ചു. രണ്ടു നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം സ്ഥിതിഗതികളെ മൂർച്ഛിപ്പിച്ചതേയുള്ളൂ. ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ അഭിപ്രായങ്ങൾ അനാദരിച്ചുകൊണ്ട് 1741 റാണിയെ എളയെടുത്ത് സ്വരൂപത്തിൻ്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ തൃപ്പാപ്പൂർ സൈന്യം എളയെടുത്ത് സ്വരൂപത്തിൻ്റെയും ഡച്ചുകാരുടെയും സംയുക്ത സൈന്യങ്ങളെ വിനാശകരമാം വിധം പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മ എളയെടുത്ത് സ്വരൂപം പിടിച്ചെടുക്കുകയും എളയെടുത്ത് റാണി ഡച്ചുകാരുടെ കീഴിൽ കൊച്ചിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? അപ്പം എളയെടുത്ത് സ്വരൂപത്തിനെതിരെയായ യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. എളയെടുത്ത് സ്വരൂപം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ് കേട്ടോ. എളയെടുത്ത് സ്വരൂപം എന്താണ്? കൊട്ടാരക്കരയാണ്. ഓക്കെ. അപ്പം അവിടുത്തെ തലവൻ എന്ന് പറയുന്ന ആള് എന്താണ്, അവിടുത്തെ മൂപ്പൻ മരിച്ചപ്പോൾ, ഓക്കെ, പുള്ളിക്കാരൻ മരിക്കുന്നതും തിരുവനന്തപുരത്ത് തടവിലായിരിക്കുമ്പോഴാണ്. ഓക്കെ. മരിക്കുമ്പം അവിടുത്തെ മൂത്ത റാണിയായിരുന്ന റാണിയെ എന്താണ് രാജ്യത്തിൻ്റെ അധികാരമേൽപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ മാർത്താണ്ഡവർമ്മ അത് അനുവദിക്കുന്നില്ല. ഓക്കെ. അപ്പം പുള്ളിക്കാരി തെക്കുംകൂറിൽ രാഷ്ട്രീയ അഭയം തേടുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തിക്ക് കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ട് വാൻ ഇഹോഫിനെ മാർത്താണ്ഡവർമ്മയുടെ അടുത്തോട്ട് അയക്കുന്നുണ്ട്. ഓക്കെ. അയാൾ ചെന്നിട്ട് മാർത്താണ്ഡവർമ്മയുടെ ഇത്തരത്തിലുള്ള നയങ്ങളോടൊക്കെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. പക്ഷെ അത് വലിയ യുദ്ധങ്ങളിലേക്കൊക്കെയാണ് പിന്നീട് പോകുന്നത്. അതിനിടയ്ക്ക് 1741 റാണിയെ എളയെടുത്ത് സ്വരൂപത്തിൻ്റെ ഭരണാധികാരിയാക്കുന്നുണ്ട് ഡച്ചുകാർ. പിന്നെ തൃപ്പാപ്പൂർ സൈന്യം അതായത് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം എളയെടുത്ത് സ്വരൂപത്തിൻ്റെയും ഡച്ചുകാരുടെയും സംയുക്ത സൈന്യങ്ങളെ പരാജയപ്പെടുത്തി. ഓക്കെ. പിന്നീട് എളയെടുത്ത് റാണി കൊച്ചിയിൽ അഭയം പ്രാപിച്ചു ഡച്ചുകാരുടെ കീഴിൽ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുളച്ചൽ യുദ്ധമാണ്. 1741 ഇതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം. അതുപോലെ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. പിന്നെ വലിയ കപ്പിത്താൻ ഡിലനോയ് മാർത്താണ്ഡവർമ്മയുടെ കീഴിലായി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അനന്തരം മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരായി ഒരാക്രമണ പരമ്പര തന്നെ നടത്തി. അവയെല്ലാം പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ സുദൃഢ നയങ്ങൾ ഡച്ചുകാരുമായുള്ള ഒരു വലിയ സംഘട്ടനം അനിവാര്യമാക്കി. ഡച്ചുകാരുടെ ഒരു പീരങ്കിപ്പട സിലോണിൽ നിന്ന് കുളച്ചൽ വന്നിറങ്ങി. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് മുന്നേറി. വടക്കൻ ദിക്കിലേക്കായിരുന്ന രാജാവ് ഉടൻ തന്നെ സൈന്യത്തെ തെക്കോട്ട് നയിക്കുകയും ഡച്ചുകാർ കൽക്കുളം പിടിക്കുന്നത് തടയാൻ തക്ക സമയത്ത് അവിടെ എത്തിച്ചേരുകയും ചെയ്തു. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ വെച്ച് നടന്ന സുപ്രസിദ്ധമായ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരുടെ മേൽ ഒരു ഗംഭീര വിജയം നേടി. ഒട്ടേറെ ഡച്ചുകാരെ തടവിൽ പിടിച്ചു. ഡിലനോയി ആയിരുന്നു അവരിൽ ഏറ്റവും പ്രശസ്തൻ. അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ പിന്നീട് തൻ്റെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനാക്കി. ഡച്ചുകാർക്കൊരു മഹാവിപത്തായി അനുഭവപ്പെട്ട കുളച്ചൽ യുദ്ധം കേരളം കീഴടക്കാമെന്ന് അവരുടെ സ്വപ്നത്തെ എന്നേക്കുമായി തകർത്തു. ഇപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വന്തം രാജ്യത്തിൻ്റെ വടക്കോട്ടുള്ള വികസന മാർഗം നിർബന്ധമായി തുറന്നു കിട്ടി. വൈകാതെ അദ്ദേഹം വടക്കൻ നാടുകൾ കീഴടക്കാനുള്ള പടനീക്കങ്ങളിൽ ഏർപ്പെട്ടു. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരുടെ ഒരു പീരങ്കിപ്പട സിലോണിൽ നിന്ന് കുളച്ചലിൽ വന്നിറങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ വേണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കാം. സിലോണിൽ നിന്നാണ് കേട്ടോ പീരങ്കിപ്പട വന്നതെന്ന് ഓർക്കുക. അതുപോലെ ഓക്കെ, അതിലേറ്റവും കുറേ പേരെ തടവിലാക്കുന്നുണ്ട് ഡച്ചുകാരെ. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിലനോയിയാണ്. അദ്ദേഹത്തെ വലിയ കപ്പിത്താനാക്കുന്നുണ്ട്. പിന്നെ ഡിലനോയി സ്മാരകമുള്ളത് ഉദയഗിരി കോട്ടയിലാണ്. ഓക്കെ. ഇപ്പം അതുള്ളത് തമിഴ്നാട്ടിലാണ്. അതും കൂടെ ഓർക്കാം. ഇനി കായംകുളം പിടിച്ചെടുത്തു. കുളച്ചൽ വെച്ചുണ്ടായ പരാജയത്തിന് ശേഷം ഡച്ചുകാർ അവരുടെ ശ്രദ്ധ കൊല്ലത്ത് കേന്ദ്രീകരിച്ചു. കൊല്ലം രാജാവിൻ്റെ സഹായത്തോടു കൂടി അവർ വാമനപുരം പിടിച്ചെടുത്തെങ്കിലും ഭാരിച്ച സമ്മർദ്ദത്തിൽ പിൻവാങ്ങേണ്ടി വന്നു. 6000 പടയാളികൾ അടങ്ങുന്ന ഒരു തൃപ്പാപ്പൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളഞ്ഞു. പക്ഷേ
കായംകുളം രാജാവിൻ്റെ പരാക്രമശാലിയായ മന്ത്രി അച്യുതവാര്യരുടെ നായകത്വത്തിൽ ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെയും സൈന്യങ്ങൾ കോട്ട പ്രതിരോധിച്ചു. തൃപ്പാപ്പൂർ സൈന്യം പിൻവാങ്ങുകയും ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെയും സംയുക്ത സൈന്യങ്ങൾ തെക്കോട്ട് നീങ്ങി 1742 കിളിമാനൂർ പിടിച്ചെടുക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്ന് കുതിരപ്പട്ടാളത്തെ വരുത്തി. അദ്ദേഹം ഒരു വലിയ സൈന്യത്തെ കിളിമാനൂരിലേക്ക് നയിച്ചു. മാർത്താണ്ഡവർമ്മ നേരിട്ട് നായകത്വം വഹിച്ച ആ സൈന്യം സമരതന്ത്രം പ്രമാണിച്ച് മുന്നണികളായി വിഭജിക്കപ്പെട്ടിരുന്നു. രാമവർമ്മ യുവരാജാവും രാമയ്യൻ ദളവയും ഡിലനോയും അണികൾക്ക് നേതൃത്വം നൽകി. അവർ കിളിമാനൂർ പിടിച്ചെടുത്തു. ശത്രു സൈന്യങ്ങൾ വമ്പിച്ച നാശത്തോടെ കൊല്ലത്തേക്ക് പിന്മാറി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കായംകുളത്തേക്ക് നീങ്ങി. കായംകുളം രാജാവ് ആദ്യം ചെറുത്തുനിന്നെങ്കിലും അവസാനം സമാധാനത്തിനപേക്ഷിച്ചു. 1742 മാന്നാർ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവ് നേരത്തെ ദേശിങ്ങനാടിന് ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു. ഏതായാലും വാഗ്ദാനം പാലിക്കാനുള്ള മനോഭാവത്തിലല്ലായിരുന്നു കായംകുളം രാജാവ്. അദ്ദേഹം വടക്കുംകൂറും തെക്കുംകൂറും പുറക്കാടുമായി കൂടിയാലോചനകൾ നടത്തുകയും അവരുടെ പിന്തുണ ഉറപ്പുവന്നപ്പോൾ അനഭയം സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുകയും ചെയ്തു. രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ മറ്റൊരു തിരുവിതാംകൂർ സൈന്യം കായംകുളത്തെത്തി. കായംകുളം രാജാവിന് സഖ്യകക്ഷികളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായം കിട്ടിയില്ല. നിരാശനായ രാജാവ് കുടുംബാംഗങ്ങളെ ആൾമാറാട്ടത്തിൽ തൃശ്ശൂരേക്ക് അയച്ചു. അദ്ദേഹം വിലപ്പെട്ട നിക്ഷേപമെല്ലാം കായംകുളം കായലിൽ എറിഞ്ഞിട്ട് നാട് വിട്ടോടി. തിരുവിതാംകൂർ സൈന്യം കായംകുളത്തെ കോട്ടയും കൊട്ടാരവും പിടിച്ചെടുത്തു. കൊട്ടാരം പരിശോധിച്ചപ്പോൾ ചില ആയുധങ്ങളിലും ആയുധപ്പുരകളിലും ദേവനാരായണൻ എന്ന് പേരെഴുതിയിരിക്കുന്നു. ദേവനാരായണൻ എന്ന പേര് എഴുതിയിരിക്കുന്നത് കണ്ടു. തിരുവിതാംകൂറിനെതിരായ യുദ്ധത്തിൽ ചെമ്പകശ്ശേരി, അതായത് പുറക്കാട് അഥവാ അമ്പലപ്പുഴ രാജാവ് കായംകുളത്തെ സഹായിച്ചതിന് വ്യക്തമായിരുന്ന തെളിവായിരുന്നു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കായംകുളം പിടിച്ചെടുത്തത് പറഞ്ഞു അല്ലേ. എന്താണ് ഡച്ചുകാരെന്താണ് കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ശ്രദ്ധ മെയിനായിട്ട് കൊല്ലത്തിനായിരുന്നു. ഓക്കെ, അപ്പം കൊല്ലത്തിന് അവർ ശ്രദ്ധ കൊടുത്തു. അവരെന്ത് ചെയ്തു? കൊല്ലം രാജാവിൻ്റെ സഹായത്തോടെ വാമനപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം പിടിച്ചെടുക്കുന്നുണ്ട്. ഏതാണ് സ്ഥലം? വാമനപുരം. ഓക്കെ, പക്ഷേ വൻ സമ്മർദ്ദത്തിലായിരുന്നു അവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാമനപുരത്തു നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വരുന്നുണ്ട്. ഓക്കെ, രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഒരു 6000 പടയാളികളും, അതായത് തൃപ്പാപ്പൂർ സൈന്യത്തിൻ്റെ പടയാളികൾ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളയുന്നുണ്ട്. പക്ഷേ കായംകുളം രാജാവിൻ്റെ മന്ത്രിയായിരുന്നല്ലോ അന്ന് അച്യുതവാര്യർ. അപ്പോൾ അച്യുതവാര്യരുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം, അതായത് ഡച്ചുകാരുടെ സൈന്യം ഉണ്ടായിരുന്നു, അത് കായംകുളത്തിൻ്റെ സൈന്യമുണ്ട്. ഈ കോട്ട പ്രതിരോധിച്ചു. ഓക്കെ, പിന്നീട് കോട്ട പ്രതിരോധിച്ചു. തൃപ്പാപ്പൂർ സൈന്യത്തിന് പിൻവാങ്ങേണ്ട വന്നു. ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെ സംയുക്ത സൈന്യങ്ങൾ തെക്കോട്ട് നീങ്ങി. പിന്നെ 42 ഇവരെന്ത് ചെയ്തു? കിളിമാനൂർ പിടിച്ചെടുക്കുകയും ചെയ്തു. 42. പിന്നെ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്ന് കുതിരപ്പട്ടാളത്തെ വരുത്തി ഈ ഒരു ടൈമിൽ. ഓക്കെ, കാരണം മറ്റവർ ജയിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് മാർത്താണ്ഡവർമ്മ കുതിരപ്പട്ടാളത്തെ വരുത്തി. ഓക്കെ, പിന്നെ കിളിമാനൂർ ആരുടെ കയ്യിലാണ്? ഇപ്പോൾ ഡച്ചുകാരുടെ കയ്യിലാണ് അല്ലേ. കിളിമാനൂരിലേക്ക് ഒരു വലിയ സൈന്യത്തെ അയച്ചു. മാർത്താണ്ഡവർമ്മ നേരിട്ടായിരുന്നു അതിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ നേതൃത്വം വഹിച്ചതെന്ന് പറയാം. ഓക്കെ, എന്നിട്ട് രാമവർമ്മ യുവരാജാവും രാമയ്യൻ ദളവയും ഡിലനോയും അണികൾക്ക് നേതൃത്വം നൽകി. മെയിനായിട്ട് അതായത് മാർത്താണ്ഡവർമ്മ മെയിനായിട്ടുള്ള സൈന്യത്തിന് നേതൃത്വം നൽകി. അതിനെ പലതായിട്ട് വിഭജിച്ചിരുന്നു. ഒരു സൈന്യത്തിൻ്റെ നേതൃത്വം രാമവർമ്മ യുവരാജാവ്, ഒരെണ്ണം രാമയ്യൻ ദളവ, ഒരെണ്ണത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡിലനോയ്. അങ്ങനെ 3 സ്പ്ലിറ്റായിട്ട് പോയി. ഓക്കെ, അവർ കിളിമാനൂർ അങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്. ഓക്കെ, പിന്നീട് ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് അവർ കിളിമാനൂർ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡച്ചുകാർ കൊല്ലത്തേക്ക്, അതായത് ഡച്ചും കായംകുളം ഒന്നിച്ചുള്ള സൈന്യമുള്ള അവർ കൊല്ലത്തേക്ക് പിന്മാറി. പിന്നെ
ഈ തിരുവിതാംകൂർ സൈന്യം കായംകുളത്തേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ കായംകുളം രാജാവ് ആദ്യം ഒന്ന് ചെറുത്ത് നിന്നു, എന്താണ് യുദ്ധമൊക്കെ ചെയ്ത് പയ്യൊക്കെ നിന്നു. പക്ഷെ എന്താണ് പുള്ളി ലാസ്റ്റ് തോക്കുമെന്നായപ്പോൾ സമാധാനത്തിന് അപേക്ഷിക്കുന്നുണ്ട്. പിന്നീട് 1742 മാന്നാർ ഉടമ്പടി, 42 കിളിമാനൂർ പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാന്നാർ ഉടമ്പടി. ഈ മാന്നാർ ഉടമ്പടിയിൽ എന്താണ് ദേശിങ്ങനാടിൻ്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം എന്താണ് തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കുന്നുണ്ട്. ദേശിങ്ങനാട് എന്തായിരുന്നു? കൊല്ലമായിരുന്നു അല്ലേ? കൊല്ലത്തിൻ്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം ആർക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്? തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ കായംകുളം രാജാവ് ഈ ഒരു ഉടമ്പടി പാലിക്കാനൊന്നും തീരുമാനിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? വടക്കുംകൂറും തെക്കുംകൂറും പുറക്കാടുമായിട്ട് കൂടിയാലോചനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അവർ കൊടുക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ കായംകുളം രാജാവ് സന്ധി വ്യവസ്ഥകൾ ലംഘിച്ചു. പിന്നീട് എന്താണ് രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ വേറൊരു തിരുവിതാംകൂർ സൈന്യം വീണ്ടും കായംകുളത്തെത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ രാജാവ് കുടുംബാംഗങ്ങളെയൊക്കെ ആൾമാറാട്ടമൊക്കെ നടത്തി തൃശ്ശൂരിലേക്കൊക്കെ അയച്ചു. പിന്നെ അദ്ദേഹം നിക്ഷേപമെല്ലാം കായംകുളം കായലിൽ എറിഞ്ഞു കളയുന്നുണ്ട്. എന്നിട്ട് നാട് വിട്ടോടി. പുള്ളി പോയല്ലോ. ആ സമയത്ത് തിരുവിതാംകൂർ സൈന്യം കായംകുളത്തെ കോട്ടയും കൊട്ടാരവും എല്ലാം പിടിച്ചെടുത്തു. കൊട്ടാരം പരിശോധിച്ചപ്പോൾ ചില ആയുധങ്ങളിൽ ദേവനാരായണൻ, അത് ഓർത്തോണം, കായംകുളത്തുനിന്ന് കിട്ടിയ ആയുധങ്ങളിൽ ദേവനാരായണൻ എന്ന പേര് എഴുതിയിരിക്കുന്നത് കണ്ടു. ഓക്കെ, ഇതിൻ്റെ ദേവനാരായണൻ എന്ന പേര് എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ നോക്കിയപ്പോൾ മനസ്സിലായി ചെമ്പകശ്ശേരി, അതായത് പുറക്കാട് അഥവാ അമ്പലപ്പുഴ രാജാവ് കായംകുളത്തെ സഹായിച്ചതിന് വ്യക്തമായിട്ടുള്ള തെളിവായിരുന്നു അതിലെഴുതിയിരുന്ന പേരെന്ന് പറയുന്നത്, ദേവനാരായണൻ എന്ന പേര്. അപ്പോൾ അടുത്ത എയിം എന്തായിരിക്കും? അമ്പലപ്പുഴയായിരിക്കും അല്ലേ? നോക്കാം. അമ്പലപ്പുഴയും മറ്റും കീഴടക്കുന്നു. 1746 കായംകുളം കീഴടക്കിയതിന് ശേഷം 46 കായംകുളം കീഴടക്കുന്നത്. അതായത് കായംകുളം കീഴടക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ ദൃഷ്ടി പതിഞ്ഞത് കായംകുളത്തിൻ്റെ ഭാഗം ചേർന്നിരുന്ന വടക്കൻ നാടുകളുടെ നേർക്കായിരുന്നു. അമ്പലപ്പുഴയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഉന്നം. മാത്തൂർ പണിക്കരുടെയും തെക്കേടത്ത് ഭട്ടതിരിയുടെയും കീഴിലായിരുന്ന അമ്പലപ്പുഴ സൈന്യം തങ്ങളുടെ രാജാവിനെ കൈവെടിഞ്ഞ് തിരുവിതാംകൂറിൻ്റെ പക്ഷം ചേർന്നു. തിരുവിതാംകൂർ സൈന്യം ഡിലനോയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പിടിച്ചടക്കിയിട്ട് രാജാവിനെ തടവുകാരനാക്കി തിരുവനന്തപുരത്തേക്ക് അയച്ചു. കായംകുളം രാജാവിന് തിരുവിതാംകൂറിനെതിരായി പിന്തുണ നൽകിയ തെക്കുംകൂറും വടക്കുംകൂറുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ പിന്നത്തെ ലക്ഷ്യങ്ങൾ. ഇരു രാജ്യങ്ങളും കാര്യമായ പ്രതിരോധത്തിന് ഒരുമ്പെട്ടില്ല. 1749-50 വലിയ യുദ്ധമൊന്നുമില്ലാതെ രണ്ടു രാജ്യങ്ങളും തിരുവിതാംകൂറിനോട് ചേർക്കപ്പെട്ടു. ഏതാണ്ട് അതേസമയം തന്നെ ഞാവക്കാട്ട് കർത്താക്കന്മാരിൽ നിന്ന് മീനച്ചിലും തിരുവിതാംകൂറിനോട് ചേർത്തു. ഇതിനിടയ്ക്ക് 1748 വ്യവസ്ഥകൾക്ക് സ്ഥിരീകരണം നൽകിയ 1753 മാവേലിക്കര ഉടമ്പടി അനുസരിച്ച് ഡച്ചുകാർ തദ്ദേശീയ രാജാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ യാതൊരു കാരണവശാലും പങ്കുചേരുകയില്ലെന്ന നയം പിന്തുടർന്നുകൊള്ളാമെന്നും തിരുവിതാംകൂറിന് ഉറപ്പുകൊടുത്തു. കേരളത്തിലെ മറ്റു രാജാക്കന്മാരുമായി അവർ ചെയ്തിരുന്ന വാഗ്ദാനങ്ങൾ റദ്ദാക്കുകയും തിരുവിതാംകൂറുമായി സമാധാനത്തിൽ കഴിയാമെന്നും സമ്മതിക്കുകയുമുണ്ടായി. ഈ ഉടമ്പടി മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു വലിയ നേട്ടമായിരുന്നു. കേരളത്തിൻ്റെ വലിയൊരു ഭാഗം തിരുവിതാംകൂറിൻ്റെ ആധിപത്യത്തിൽ രാഷ്ട്രീയമായി ഏകീകരിക്കുക എന്ന പരിപാടിയുടെ വിജയം ഈ സന്ധി സുനിശ്ചിതമാക്കി. അപ്പോൾ നോക്കാം, ആലപ്പുഴയും മറ്റും കീഴടക്കി. അപ്പോൾ കായംകുളം പിടിച്ചെടുത്തു. ഇനി എന്താണ് എയിം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ, അതുപോലെ തെക്കുംകൂർ, വടക്കുംകൂർ, ഇതൊക്കെയായിരുന്നു എയിം എന്ന് പറയുന്നത്. 46 കായംകുളം കീഴടക്കിയതിന് ശേഷം മാത്തൂർ പണിക്കരുടെയും തെക്കേടത്ത് ഭട്ടതിരിയുടെയും കീഴിലായിരുന്ന അമ്പലപ്പുഴ സൈന്യം അമ്പലപ്പുഴ എത്തുന്നുണ്ട്. അമ്പലപ്പുഴ പിടിച്ചെടുക്കാൻ ഇവരുടെ കീഴിലായിരുന്നു. മാത്തൂർ പണിക്കരുടെയും തെക്കേടത്ത് ഭട്ടതിരിയുടെയും കീഴിലായിരുന്നു ആ ടൈമിൽ അമ്പലപ്പുഴ സൈന്യം. അവർ അങ്ങനെ രാജാവിൻ്റെ കൂടെ നിന്നില്ല. തിരുവിതാംകൂറിൻ്റെ പക്ഷം ചേർന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമ്പലപ്പുഴ അങ്ങ് പിടിച്ചെടുക്കാൻ സാധിച്ചു.
പിന്നെ എന്നിട്ട് എന്താണ് 46 രാജാവിനെ തടവുകാരനാക്കുന്നുണ്ട്. പിന്നീട് തെക്കും കൂറും വടക്കും കൂറും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയി. പക്ഷെ അവിടെയും വലിയ പ്രതിരോധമൊന്നും ഉണ്ടാവാഞ്ഞതുകൊണ്ട് തന്നെ യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ തെക്കും കൂറും വടക്കും കൂറും എന്താണ് 1949-50 കാലഘട്ടങ്ങളിൽ ഈ തിരുവിതാംകൂറിനോട് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാവക്കാട്ട് കർത്താക്കന്മാരുടെ കീഴിലായിരുന്നു, അതാണ് ഞാവക്കാട്ട് കർത്താക്കന്മാരുടെ കീഴിലായിരുന്നു മീനച്ചിലും തിരുവിതാംകൂറിനോട് ചേർക്കുന്നുണ്ട്. 48 എന്താണ് വ്യവസ്ഥകൾക്ക് സ്ഥിരീകരണം നൽകിയ, അതായത് 53 ഒരു മാവേലിക്കര ഉടമ്പടിയുണ്ട്. 53 മാവേലിക്കര ഉടമ്പടി. ഇതിൻ്റെ അനുസരിച്ച്, അതായത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള ഉടമ്പടിയാണ് എന്താണ് മാവേലിക്കര ഉടമ്പടി. എന്താണ് ഈ ഒരു ഉടമ്പടിയുടെ ബേസിസിൽ എന്താണ് യാതൊരു കാരണവശാലും എന്താണ് വേറെ രാജാക്കന്മാരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പങ്കുചേരുകയില്ലെന്ന നയം പിന്തുടർന്നു കൊള്ളാമെന്ന് ഡച്ചുകാർ തിരുവിതാംകൂറിന് ഉറപ്പ് കൊടുത്തു. അതുപോലെ മറ്റ് രാജാക്കന്മാരുമായിട്ട് അവർ ചെയ്തിരുന്ന വാഗ്ദാനങ്ങൾ റദ്ദാക്കുകയും തിരുവിതാംകൂറുമായിട്ട് സമാധാനത്തിൽ കഴിയാമെന്ന് സമ്മതിക്കുകയും ഉണ്ടായി. ഓക്കെ, ഈ ഒരു ഉടമ്പടി മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയൊരു നേട്ടമായിരുന്നു എന്നും കൂടി ഓർക്കുക. ഓക്കെ, ഇപ്പം മാർത്താണ്ഡവർമ്മ പുള്ളിയുടെ രാജ്യം ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് നമ്മൾ കണ്ടു അല്ലേ. ഇനി വടക്കൻ പ്രദേശങ്ങളിലെ പ്രക്ഷോഭണം നോക്കാം. മാർത്താണ്ഡവർമ്മ ഈ ഗംഭീര വിജയങ്ങളെല്ലാം നേടിയെങ്കിലും കീഴടക്കിയ നാടുകൾ സംയോജിപ്പിച്ച് ഉറപ്പുവരുത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രയാസം നേരിച്ചു. അദ്ദേഹം പുതുതായി പിടിച്ചെടുത്ത നാടുകളുടെ വടക്കൻ ഭാഗങ്ങളിൽ 1754 ഒരു കലാപം ആളിപ്പടർന്നു. അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഓടിപ്പോയ രാജാക്കന്മാർ തിരുവിതാംകൂറിൻ്റെ അധികാര സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊച്ചി രാജാവിൻ്റെ സഹായം തേടി. മാർത്താണ്ഡവർമ്മ കൊച്ചിക്ക് അവകാശപ്പെട്ട കരപ്പുറം കീഴടക്കി. തിരുവിതാംകൂറിൻ്റെ സമാന്തരന്മാരായി അതിൻ്റെ ഭരണം നിർവഹിക്കാൻ ചാഴൂർ തമ്പ്രാക്കന്മാരെ ഏർപ്പെടുത്തുകയാൽ തിരുവിതാംകൂറിനോട് ഈ അവസരത്തിൽ കൊച്ചി രാജാവിന് അമർഷമുണ്ടായി. ആകയാൽ അദ്ദേഹം ഈ നിർദ്ദിഷ്ട സഖ്യത്തിൻ്റെ നേതൃത്വം ഉത്സാഹപൂർവ്വം ഏറ്റെടുത്തു. വടക്കൻ പ്രദേശങ്ങളിലെ ആ സ്വാസ്ഥ്യം പെട്ടെന്ന് ഒരു ബഹുജന പ്രക്ഷോഭണത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. അധികാര ഭ്രഷ്ടരാക്കപ്പെട്ട രാജാക്കന്മാർക്കു വേണ്ടി കൊച്ചി രാജാവും അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരും കൊച്ചിയിലെ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയ്ക്കെതിരായി ഒരു അവസാന സമരത്തിന് സമസ്ത ശക്തിയും സംഭരിച്ചു. കൊച്ചി രാജാവിനെ സേവിച്ചിരുന്ന വിക്രമിയായ പള്ളിയിൽ ഇടിക്കേള മേനോൻ്റെ കീഴിൽ മുഴുവൻ സൈന്യവും അണിനിരന്നു. ഓക്കെ, അപ്പം വടക്കൻ പ്രദേശങ്ങളിലെ പ്രക്ഷോഭണം എന്ന് പറഞ്ഞാൽ എന്താണ് 1754 ഒരു കലാപം തന്നെ ആളിപ്പടർന്നു എന്ന് പറയാം. 54 കേട്ടോ, 1754. അതായത് 53 എന്താണ് മാവേലിക്കര ഉടമ്പടി, 54 ഈ കലാപം എന്താണ് അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ ഇവിടുന്നൊക്കെ ഓടിപ്പോയ രാജാക്കന്മാരില്ലേ, ഇവർ അഭയം പ്രാപിച്ചത് കൊച്ചിയിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ടൈമിൽ മാർത്താണ്ഡവർമ്മ കരപ്പുറം കീഴടക്കുന്നുണ്ട്. ഈ കരപ്പുറം എന്ന് പറയുന്ന സ്ഥലം കൊച്ചിക്ക് അവകാശപ്പെട്ട സ്ഥലമായിരുന്നു. ഓക്കെ, ഈ ഒരു സ്ഥലം മാർത്താണ്ഡവർമ്മ കീഴടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കൊച്ചി രാജാവിന് ഇവരോട് ദേഷ്യമുള്ളതുകൊണ്ട് ഇവർക്ക് അഭയം കൊടുത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, കരപ്പുറം കീഴടക്കിയിട്ട് എന്താണ് ചാഴൂർ തമ്പ്രാക്കന്മാരെ, ഓക്കെ ചാഴൂർ തമ്പാന്മാരെ കേട്ടോ, തമ്പ്രാക്കനല്ല ചാഴൂർ തമ്പാന്മാരെ ഇവരെ എന്താണ് ഈ കരപ്പുറം ഭരിക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ ഏർപ്പാടാക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ കൊച്ചി രാജാവിന് എന്താണ് നല്ല ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് പിന്നീട് എന്താണ് ഇതൊരു ബഹുജന പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. കൊച്ചി രാജാവുണ്ട്, അദ്ദേഹത്തിന് പ്രഭുക്കന്മാരുണ്ട്, കൊച്ചിയിലുള്ള ഡച്ചുകാരുണ്ട്, ഇവരെല്ലാം മാർത്താണ്ഡവർമ്മയ്ക്കെതിരാണെന്നും കൂടി ഓർക്കാം. ഓക്കെ, അതുപോലെ തന്നെ കൊച്ചി രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന വിക്രമിയായ പള്ളിയിലെ ഇടിക്കേള മേനോൻ്റെ കീഴിൽ ഒരു മുഴുവൻ സൈന്യം അണിനിരന്നുണ്ട്. ഓക്കെ, അപ്പം കൊച്ചി രാജാവിന് കീഴിലുണ്ടായിരുന്ന എന്താണ് ആ ഒരു സൈന്യത്തെ പറ്റി ചോദിച്ചാൽ വിക്രമിയായ പള്ളിയിലെ ഇടിക്കേള മേനോൻ്റെ കീഴിലായിരുന്നു ആ സൈന്യം എന്ന് ഓർക്കുക. അതുപോലെ തന്നെ മറ്റേ കരപ്പുറം ആരെയാണ് ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ ചാഴൂർ തമ്പാന്മാരെ. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇനി അമ്പലപ്പുഴ യുദ്ധം. കൊച്ചിയുടെ പ്രധാന സൈന്യം 1753 അവസാനം പുറക്കാട്ടെത്തി.
നിലയുറപ്പിച്ചു. മറ്റൊരു പട കരപ്പുറം വഴി പ്രധാന സൈന്യവുമായി സന്ധിച്ചു. രാമവർമ്മയും രാമയ്യനും ഡിലനോയും നയിച്ച തിരുവിതാംകൂർ സൈന്യം 1754 ജനുവരി 3-ാം തീയതി ആനന്ദേശ്വരത്ത് വെച്ച് കൊച്ചി സൈന്യവുമായി ഏറ്റുമുട്ടി. ആർക്കും വിജയം കൈവരാത്ത ഒരു യുദ്ധത്തിനു ശേഷം കൊച്ചി സൈന്യം അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങി. അണികളിൽ ചില മാറ്റങ്ങൾ വരുത്തി. തുടർന്നുണ്ടായ നിർണായക യുദ്ധത്തിൽ കൊച്ചി സൈന്യം ഛിന്ന ഭിന്നമായി പിന്തിരിഞ്ഞോടി. ഈ യുദ്ധത്തിൽ കൊച്ചിയിലെ പല പ്രഭുക്കന്മാരും കൊല്ലപ്പെട്ടു. കൊച്ചിയുടെ സൈനാധിപനായിരുന്ന ഇടിക്കേള മേനോനെ തടവുകാരനായി പിടിച്ചു വധിച്ചു. ഈ വിജയത്തെ തുടർന്ന് രാമയ്യൻ കരപ്പുറം മുഴുവൻ കീഴടക്കി അരിക്കുറ്റിയിൽ താവളമടിച്ചു. തെക്ക് ഉദയംപേരൂർ മുതൽ കിഴക്ക് മാമല വരെയുള്ള കൊച്ചി പ്രദേശങ്ങൾ രാമവർമ്മ കീഴടക്കി. കൊച്ചി രാജാവ് സമാധാനത്തിന് അഭ്യർത്ഥിച്ചു. ഇപ്പോൾ അരിക്കുറ്റി വരെയുള്ള ദേശങ്ങളെല്ലാം തിരുവിതാംകൂർ സൈന്യത്തിനധീതമായി. ഓക്കെ, ഇനി അമ്പലപ്പുഴ യുദ്ധമാണല്ലേ. അമ്പലപ്പുഴ അപ്പോൾ നമ്മൾ മുമ്പേ നോക്കിയത് എന്തായിരുന്നു? വടക്കൻ പ്രദേശങ്ങളിലെ പ്രക്ഷോഭണമായിരുന്നു. ഓക്കെ, അടുത്ത എന്താണ്? അമ്പലപ്പുഴ യുദ്ധമാണ്. അപ്പോൾ കൊച്ചിയുടെ പ്രധാന സൈന്യം 1753 പുറക്കാടെത്തി. പുറക്കാട് ഓക്കെ, ഇവിടെ എത്തുന്നുണ്ട്. എന്താണ്? മറ്റൊരു സൈന്യം, അത് ഒരു സൈന്യം പുറക്കാട്ടെത്തി, വേറൊരു സൈന്യം കരപ്പുറം വഴി പ്രധാന സൈന്യവുമായി സന്ധിച്ചു. ഓക്കെ, രാമവർമ്മ, രാമയ്യൻ, ഡിലനോയി, മറ്റവരുടെ സൈന്യം ഇങ്ങനെ 3ആയിട്ടല്ല പോകുന്നത്. ഇവരെ നയിച്ച തിരുവിതാംകൂർ സൈന്യം എന്താണ്? 1754 ജനുവരി 3-ാം തീയതി ആനന്ദേശ്വരം, അത് കൊച്ചിയിലെ ഒരു സ്ഥലമാണ്, ഈ ഒരു സ്ഥലത്ത് വെച്ച് കൊച്ചി സൈന്യവുമായി ഏറ്റുമുട്ടുന്നുണ്ട്. ആനന്ദേശ്വരത്ത് വെച്ച് ആർക്കും വിജയമൊന്നും ഉണ്ടായില്ല. കൊച്ചി സൈന്യത്തിന് അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇതിലൊരുപാട് കൊച്ചിയിലെ പ്രഭുക്കന്മാർ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെ ഇടിക്കേള മേനോൻ ഉണ്ടായിരുന്നല്ലോ, അതായത് കൊച്ചി രാജാവിൻ്റെ സൈന്യത്തിൻ്റെ തലവനായിരുന്നു ഇടിക്കേള മേനോൻ എന്ന് പറയുന്നത്. പുള്ളീനെ തടവിലാക്കുന്നുണ്ട്. അതുപോലെ രാമയ്യൻ കരപ്പുറം, ആദ്യം വന്ന ആ കരപ്പുറം കീഴടക്കുന്നുണ്ട്. അതുപോലെ അരിക്കുറ്റിയിലാണ് താവളമടിക്കുന്നത്. അതുപോലെ തെക്ക് ഉദയംപേരൂർ, അതായത് തെക്ക് ഉദയംപേരൂർ എന്ന് പറയുന്ന സ്ഥലം മുതൽ കിഴക്ക് മാമല വരെയുള്ള കൊച്ചി പ്രദേശങ്ങൾ രാമവർമ്മ കീഴടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അരിക്കുറ്റി വരെയുള്ള ദേശങ്ങളെല്ലാം തിരുവിതാംകൂർ സൈന്യത്തിന് അധീതമാവുന്നുമുണ്ട്. ഓക്കെ, ഇതാണ് അമ്പലപ്പുഴ യുദ്ധം എന്ന് പറയുന്നത്. ഇനി തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുണ്ടായ സഖ്യം. കൊച്ചി പ്രദേശങ്ങളിൽ പലതും കൈയടക്കി തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന സാമൂതിരിക്കെതിരായി 1757 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന സഖ്യസന്ധി ഉണ്ടാക്കി. 1754 അമ്പലപ്പുഴ യുദ്ധത്തെ തുടർന്ന് തടവുകാരനായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ് കൂടിയതിനു ശേഷം വിട്ടയക്കപ്പെട്ട കൊച്ചിയുടെ പ്രധാനമന്ത്രിപദം ഏറ്റെടുത്ത പാലിയത്ത് കോമി അച്ഛനായിരുന്നു ഈ സന്ധിക്ക് മുൻകൈയെടുത്തത്. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള സൗഹൃദമായിരുന്നു സന്ധിയുടെ അടിസ്ഥാനം. മുമ്പ് കൊച്ചിക്ക് അധികാരമില്ലാതിരുന്ന പ്രദേശങ്ങൾ തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുക്കുകയാണെങ്കിൽ അവ തിരുവിതാംകൂറിനായിരിക്കണമെന്ന കരാറിൽ തിരുവിതാംകൂർ സാമൂതിരിയുടെ ആകെ മണത്തിനെതിരായി കൊച്ചിയെ സഹായിക്കാമെന്നും ഉറപ്പുകൊടുത്തു. സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട രാജാക്കന്മാർക്ക് സഹായം നൽകുകയോ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുകയില്ലെന്ന് കൊച്ചി രാജാവ് സമ്മതിച്ചു. സ്വന്തം രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ശാന്തമായ ഒരു അയൽപ്പക്കമുണ്ടാക്കാൻ കാരണമാകിയാൽ ഈ സന്ധി മാർത്താണ്ഡവർമ്മയുടെ നിർണായകമായ ഒരു വിജയമായിരുന്നു. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും എന്താണ് ഒരു സഖ്യസന്ധി ഉണ്ടാക്കുന്നുണ്ട് 1757. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സാമൂതിരിക്കെതിരായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, 54 അമ്പലപ്പുഴ യുദ്ധം കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞപ്പം എന്താണ് കൊച്ചിയുടെ പ്രധാനമന്ത്രി പദം എന്താണ് കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് കോമി അച്ഛൻ തടവിലാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുന്നുണ്ട്. അയാളാണ് എന്താണ് ഈ സഖ്യസന്ധിയുടെ നേതൃത്വം കൊടുത്തതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു സന്ധിയിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓക്കെ, മുമ്പ് കൊച്ചിക്ക് അധികാരമില്ലാതിരുന്ന പ്രദേശങ്ങളില്ലേ, അതൊക്കെ എന്താണ് തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് ആർക്കെടുക്കാം? അത് തിരുവിതാംകൂറിന് എടുക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സാമൂതിരിക്കെതിരെ പോരാടാൻ വേണ്ടി കൊച്ചിയെ സഹായിക്കാമെന്ന
ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട രാജാവില്ലേ, നേരത്തെ എന്താണ് കൊച്ചി കായംകുളത്തിന് ഒക്കെ അഭയം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. അതുപോലെ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട രാജാക്കന്മാരൊക്കെ വന്നാൽ അവർക്ക് സഹായം ഒന്നും കൊടുക്കരുതെന്ന് ഇതിൽ പറയുന്നുണ്ട് കൊച്ചി രാജാവിനോട്. പിന്നെന്താ, അത്രയേ ഉള്ളൂ ഈ ഒരു സഖ്യസന്ധിയിൽ പറയുന്നത്. ഓക്കെ, എന്നാണ് 1757 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള സഖ്യസന്ധി. കിഴക്കേ അതിർത്തിയിലെ ആസ്വാസ്ഥ്യങ്ങൾ. മാർത്താണ്ഡവർമ്മയ്ക്ക് രാജ്യത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ ഗുരുതരമായ ആസ്വാസ്ഥ്യങ്ങൾ നേരിടേണ്ടി വന്നു. ആർക്കോട്ട് നവാബിൻ്റെ ബന്ധുക്കളായ ചന്ദ്ര സാഹിബും ബഡാ സാഹിബും 1740 നാഗർകോവിലും ശുചീന്ദ്രവും കോട്ടാറും ആക്രമിച്ചു. രാമയ്യൻ ഒരു വലിയ തുക കൊടുത്ത് പാട്ടിലാക്കുകയാൽ അവർ മടങ്ങിപ്പോയി. 1752 മാർത്താണ്ഡവർമ്മ വടക്കൻ പ്രദേശങ്ങളിലെ കലാപം അടിച്ചമർത്താൻ തിരക്കുപിടിച്ച പടനീക്കത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ തൃശ്ശിനാപ്പള്ളിയിലെ ഗവർണറായിരുന്ന മൂഡോമിയ തിരുനെൽവേലിയിൽ തിരുവിതാംകൂറിൻ്റെ വകയായ കളക്കോടും വള്ളിയൂരും സമീപ പ്രദേശങ്ങളും കൈവശമാക്കി. ഒരു വലിയ തുക കൊടുത്തപ്പോൾ മൂഡോമിയയും ആ സ്ഥലങ്ങൾ തിരുവിതാംകൂറിന് തിരിച്ചു കൊടുത്തു. ഇതിനിടയിൽ കർണാട്ടിക് നവാബായ മുഹമ്മദ് അലി സ്വന്തം സഹോദരനായ മഹഫൂസഖനെ മുഡോമിയുടെ സ്ഥാനത്ത് നിയമിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയച്ചു കൊടുത്തതും 500 യൂറോപ്യന്മാരും 2000 ഇന്ത്യക്കാരും ഉൾപ്പെട്ടതുമായ ഒരു സൈന്യവുമായി ഖാൻ കളക്കോട് ആക്രമിച്ചപ്പോൾ പ്രതിരോധിച്ചു നിൽക്കാനാവാതെ തിരുവിതാംകൂർ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ വടക്കൻ കലാപം ഒതുക്കിയതിനു ശേഷം മാർത്താണ്ഡവർമ്മ കിഴക്കൻ അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹം 500 പടയാളികളെ തടവിൽ പിടിച്ചുകൊണ്ട് കളക്കാട്ടുകോട്ട വീണ്ടെടുത്തു. 200 കുതിരകളെയും അദ്ദേഹം പിടിച്ചെടുക്കുകയുണ്ടായി. ഓക്കെ, ഇനി എന്താ നോക്കുന്നത്, ഇനിയും വടക്കൻ പ്രദേശമൊക്കെ കഴിഞ്ഞ് കിഴക്കൻ അതിർത്തിയിലാണ്. ഓക്കെ, ഈ സമയത്ത് മാർത്താണ്ഡവർമ്മ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് വടക്കൻ പ്രദേശങ്ങളിലെ കലാപത്തിലായിരുന്നു എന്ന് ഓർക്കാം. അപ്പോൾ എന്താണ്, ഓക്കെ, അങ്ങനെ എന്താണ് കിഴക്കൻ പ്രദേശത്തും കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആർക്കോട്ട് നവാബിൻ്റെ ബന്ധുക്കളായിരുന്നു ചന്ദ സാഹിബും ബഡാ സാഹിബും. ഓക്കെ, ഇവർ 1740 നാഗർകോവിലും ശുചീന്ദ്രവും കോട്ടാറും ആക്രമിക്കുന്നുണ്ട്. നാഗർകോവിൽ ആ ഒരു തെക്കൻ പ്രദേശത്തുള്ള അല്ലേ, നാഗർകോവിൽ, ശുചീന്ദ്രം, കോട്ടാറ് ഇവയൊക്കെ ആക്രമിക്കുന്നുണ്ട്. അപ്പം എന്താണ്, ഇവർ ദളവയായിരുന്ന രാമയ്യന് ഒരു വലിയ തുക കൊടുത്തു. അവരെ പാട്ടിലാക്കിയാൽ എന്താണ്, രാമയ്യൻ ഒരു വലിയ തുക കൊടുത്ത് പാട്ടിലാക്കുകയാൽ അവർ മടങ്ങിപ്പോയി. രാമയ്യൻ ഇവർക്ക് തുക കൊടുത്ത് അവർ മടങ്ങിപ്പോയി. 1752 എന്താണ്, മാർത്താണ്ഡവർമ്മ വടക്കൻ പ്രദേശങ്ങളിലെ കലാപം അടിച്ചമർത്തിയാൽ തിരക്ക് പിടിച്ച പടനീക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെന്താണ്, തൃശ്ശിനാപ്പള്ളിയിലെ ഗവർണറായിരുന്ന മൂഡോമിയ തിരുനെൽവേലിയിൽ വന്നു. പുള്ളി കളക്കോടും വള്ളിയൂരും സമീപ പ്രദേശങ്ങളും എല്ലാം കൈക്കലാക്കുന്നുണ്ട്. പുള്ളിക്കും പൈസ കൊടുത്തപ്പം പുള്ളിക്കാരൻ ഈ കളക്കോടും വള്ളിയൂരും സമീപ പ്രദേശങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് തിരുവിതാംകൂറിന്. ഇതിനിടയിൽ കർണാട്ടിക് നവാബായ മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ സഹോദരൻ മഹഫൂസ് ഖാനെ മൂഡോമിയയുടെ സ്ഥാനത്ത്, പുള്ളി ഈ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് പോയല്ലോ, പുള്ളിയുടെ സ്ഥാനത്ത് മഹഫൂസ് ഖാനെ നിയമിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 500 യൂറോപ്യന്മാരും 2000 ഇന്ത്യക്കാരും ഒക്കെയുള്ള ഒരു സൈന്യവുമായിട്ട് അവർ കളക്കോട് വീണ്ടും ആക്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതിരോധിച്ച് നിൽക്കാൻ ആർക്ക് പറ്റുന്നില്ല, മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് പറ്റുന്നില്ല. പിൻവാങ്ങി. ഓക്കെ, പിന്നീട് മാർത്താണ്ഡവർമ്മ വരുന്നുണ്ട്. ഈ സമയത്ത് മാർത്താണ്ഡവർമ്മ ഇവിടെ ഇല്ല എന്ന് ഓർക്കണം, വടക്കൻ പ്രദേശത്തായിരുന്നു. ഓക്കെ, പിന്നീട് മാർത്താണ്ഡവർമ്മ വന്നപ്പം പുള്ളി കിഴക്കേ അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അയാൾ 500 പടയാളികളെ തടവിൽ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇവരുടെ. അതുപോലെ കളക്കാട്ടുകോട്ട വീണ്ടും പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം 200 കുതിരകളെയും അയാൾ പിടിച്ചെടുക്കുന്നുണ്ടെന്നും കൂടി ഓർക്കുക. ഇനി ഭരണപരിഷ്കാരങ്ങളാണല്ലേ. അപ്പോൾ ഭരണപരിഷ്കാരങ്ങളിൽ മാർത്താണ്ഡവർമ്മ പ്രധാനപ്പെട്ട പല ഭരണപരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി. രാമയ്യൻ ദളവയെ പോലെ സാമർഥ്യവും സ്വാമി ഭക്തിയുമുള്ള മന്ത്രിമാരുടെ സേവനം ലഭിച്ചത് ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു. അദ്ദേഹം ഗണ്യമായ രീതിയിൽ ഭരണസമ്പ്രദായം മെച്ചപ്പെടുത്തി. നാടിൻ്റെ നാനാ ഭാഗങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മാർത്താണ്ഡവർമ്മ പരമാവധി ശ്രദ്ധിക്കുകയുണ്ടായി. കാർഷിക വികസനത്തിന് സവിശേഷ താൽപ്പര്യമുണ്ടായിരുന്ന രാജാവ് അണക്കെട്ടുകൾ, ജലസംഭരണ കേന്ദ്രങ്ങൾ, തോടുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ജലസേചന സൗകര്യം വർദ്ധിപ്പിച്ചു. പൊന്മനയണ, പുത്തനണ മുതലായ അണക്കെട്ടുകൾ കൃഷിയുടെ വികാസത്തെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. പുത്തനണ കൊണ്ട് ഏറെ പ്രദേശങ്ങളുടെ ജലസേചനം സാധിച്ചതിനു പുറമെ പത്മനാഭപുരത്തും സമീപ പ്രദേശങ്ങളുമുള്ള ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം
സുലഭമാകുകയും ചെയ്തു. പുതുതായി വെട്ടിയ അനേകം തോടുകളും റോഡുകളും ഗതാഗതം സുഖകരമാക്കി. അപ്പം ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പറയുന്നത്. അണക്കെട്ടുകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു. മെയിനായിട്ടാണ് പൊന്മന പുത്തനണ. അതുപോലെ തോടുകൾ നിർമ്മിക്കുന്നുണ്ട്, ജലസംഭരണ കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ജലസേചന സൗകര്യം ജനങ്ങളുടെ വർദ്ധിക്കുന്നുണ്ട്, അവർക്ക് കുടിക്കാനുള്ള വെള്ളം സുലഭമായി കിട്ടുന്നുണ്ട്, പിന്നെ ഗതാഗതം സുഖകരം ആവുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ സജ്ജീകരണം ശക്തിപ്പെടുത്തുന്നതിൽ മാർത്താണ്ഡവർമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനവും ആയുധവും നൽകി. കുളച്ചിൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ച ഡച്ച് അഡ്മിറൽ ഡിലനോയ്ക്ക് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചു. പത്മനാഭപുരം, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പുതിയ കോട്ടകൾ കെട്ടുകയും കൊല്ലം, മാവേലിക്കര, ചങ്ങനാശ്ശേരി മുതലായ സ്ഥലങ്ങളിൽ പഴയ കോട്ടകൾ പുതുക്കുകയും ചെയ്തു. കോട്ടകൾ കെട്ടുന്നതിനിടയിലും മാർത്താണ്ഡവർമ്മ കേരളീയ വാസ്തുവിദ്യയുടെ സമുജ്വല സ്മാരകമായ പത്മനാഭപുരം കൊട്ടാരം പുതുക്കി പണിയിക്കാനും കൃഷ്ണപുരം കൊട്ടാരം പോലുള്ള വാസ്തുകലാ ശില്പങ്ങൾ പുതുതായി നിർമ്മിക്കാനും അവസരം കണ്ടെത്തി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹത്തിൻ്റെ ശില്പകലാ കൗതുകം കാണാം. പിന്നെ എന്താണ്, തിരുവിതാംകൂർ സൈന്യത്തിനെ കുറച്ചുകൂടെ സജ്ജീകരിക്കുന്നുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനവും ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. പരിശീലനം കൊടുക്കുന്ന നമുക്കറിയാം ഡച്ച് അഡ്മിറലായിരുന്ന ഡിലനോയാണ്. പിന്നെ പത്മനാഭപുരം കൊട്ടാരം, പത്മനാഭപുരം, തിരുവനന്തപുരം ഇവിടെയുള്ള കോട്ടകൾ പുതുക്കി പണിയുന്നുണ്ട്. പിന്നെ കൊല്ലം, മാവേലിക്കര, ചങ്ങനാശ്ശേരിയിലൊക്കെ പഴയ കോട്ടകൾ പുതുക്കി പണിതു. പത്മനാഭം, തിരുവനന്തപുരത്തൊക്കെ പുതിയ കോട്ടകൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ പത്മനാഭപുരം കൊട്ടാരം പുതുക്കി പണിയുന്നുണ്ട്. കൃഷ്ണപുരം കൊട്ടാരം പോലെയുള്ള കലാശില്പങ്ങൾ പുതിയതായി നിർമ്മിക്കുന്നുണ്ട് ഒക്കെ ഓർക്കുക. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശില്പകലാകൗതുകം കാണാമെന്ന് പറഞ്ഞ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അത് ഓർക്കാം. പിന്നെ നികുതി സംഭരണത്തിൻ്റെ ഏർപ്പാടുകളിൽ മാർത്താണ്ഡവർമ്മ ശ്രദ്ധ പറഞ്ഞു. നിലംപുരയിടങ്ങളെ കണ്ടെഴുത്ത് നടത്താൻ 1739 പള്ളിയാടി മല്ലൻ ശങ്കരനെ അദ്ദേഹം പ്രത്യേക തസ്തികയിൽ നിയമിച്ചു. മല്ലൻ ശങ്കരനാണ് വസ്തുവകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത്. ഇരുപ്പ് നിലങ്ങൾക്ക് ഒരുപ്പു നിലങ്ങളെ അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയാക്കി. എല്ലാ ഭൂവുടമകൾക്കും കൈവശമിരിക്കുന്ന വസ്തുവിൻ്റെ കരം നിശ്ചയിച്ചുകൊണ്ട് പട്ടയം നൽകി. സർക്കാരിൻ്റെ വ്യാപാര വിഭാഗം പുനഃസംവിധാനം ചെയ്തു. കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്ക മുതലായ ചരക്കുകളുടെ കച്ചവടം, ഉപ്പു നിർമ്മാണവും സർക്കാരിൻ്റെ കുത്തകയാക്കുകയും നാനാഭാഗങ്ങളിലും ഇവയുടെ സംഭരണശാലകൾ തുറക്കുകയും ചെയ്തു. കള്ളക്കടത്ത് തടയാൻ അതിർത്തികളിൽ ചൗക്കകൾ ഏർപ്പെടുത്തി. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം പിരിക്കാൻ പ്രത്യേകം നടപടികൾ സ്വീകരിച്ചു. വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം മാവേലിക്കരയായിരുന്നു. ഓക്കെ, പിന്നെന്താ ചെയ്തതെന്ന് വെച്ചാൽ നികുതി സംഭരണമാണ്. നികുതി സംഭരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 1739 നിലം പുരയിടങ്ങളെ കണ്ടെഴുത്ത് നടത്താൻ, അതായത് ഒരു സർവേ നടത്താൻ തീരുമാനിക്കുന്നു. ഓക്കെ, അതിനായി ഏർപ്പെടുത്തിയത് പള്ളിയാടി മല്ലൻ ശങ്കരനെയാണ്. ഓക്കെ, ആരെയാണ്? പള്ളിയാടി മല്ലൻ ശങ്കരനെയാണ് ഓർക്കുക. അദ്ദേഹം ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്ന വസ്തുവകളെ 4ആയിട്ട് വിഭജിക്കുന്നുണ്ട്. ഇരുപ്പു നിലങ്ങൾക്ക് ഒരുപ്പു നിലങ്ങളെ അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയാക്കി. ചിലപ്പം ഇരുനില കെട്ടിടമായിരിക്കും, ചിലപ്പം ഒരു നില കെട്ടിടം, അതാണെന്ന് തോന്നുന്നു, എന്നറിയില്ല. ഇരുപ്പ് നിലങ്ങൾക്ക് അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയായി. നിലങ്ങളല്ലേ, ഇപ്പം നിലകളല്ല, വീടല്ല കേട്ടോ, വേറെ എന്തോ ആണ്. ഓക്കെ, അത് ഓർക്കുക. പിന്നെ കരം നിശ്ചയിച്ചുകൊണ്ട് പട്ടയം നൽകി, വസ്തുവിൻ്റെ കരം നിശ്ചയിച്ചുകൊണ്ട്. പിന്നെ സർക്കാരിൻ്റെ വ്യാപാര കുത്തകയുണ്ടായി. ഏതിനൊക്കെയാണ്? കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്കൊക്കെ. പിന്നെ ഉപ്പു നിർമ്മാണവും സർക്കാരിൻ്റെ കുത്തകയാവുന്നുണ്ട്. നാനാഭാഗങ്ങളിൽ ഇവയുടെയൊക്കെ സംഭരണശാലകൾ തുറക്കുന്നുണ്ടെന്ന് ഓർക്കുക. പിന്നെ കള്ളക്കടത്ത് തടയാൻ ചൗക്കകൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കയറ്റുമതി ചുങ്കം ഏർപ്പാടാക്കുന്നുണ്ട്. പിന്നെ വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കരയായിരുന്നു എന്ന് ഓർക്കുക. വ്യാപാര ഭരണം, നമ്മുടെ വ്യാപാരമൊക്കെ നടത്തുന്ന സർക്കാർ എവിടെയാണ്? മാവേലി സ്റ്റോർ വഴിയാണ് അല്ലേ. അപ്പോൾ ഓർത്താൽ മതി, മാവേലിക്കരയായിരുന്നു വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം എന്ന്. പകുതിയെ വില്ലേജ് അടിസ്ഥാന ദേശ ഘടകമാക്കി അതിൻ്റെ ഭരണത്തിന് പ്രവർത്തിക്കാരെ നിയമിച്ചുകൊണ്ട് ഭരണസമ്പ്രദായം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഗ്രാമതലത്തിൽപ്പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല പ്രവർത്തിക്കാർക്കായിരുന്നു. ഇന്നത്തെ തഹസിൽദാർമാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല പകുതികൾ ചേർന്ന മണ്ഡപത്തും വാതിക്കൽ എന്ന ദേശീയവിഭാഗം സംഘടിപ്പിക്കപ്പെട്ടു. പൊതുചെലവിൻ്റെ പല ഇനങ്ങൾക്ക് വേണ്ടി വെവ്വേറെ നിശ്ചിത തുക നീക്കിവെച്ചുകൊണ്ട് പതിവ് കണക്കെന്ന വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമ്പ്രദായം മാർത്താണ്ഡവർമ്മ പുതുക്കി ഏർപ്പെടുത്തിയ സുപ്രധാനമായ ഒരു ഭരണകാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ സുപ്രധാനമായ ഭരണകാര്യങ്ങളിൽ പിന്നെ വരുന്നതാണ് പകുതി എന്ന് പറഞ്ഞാൽ വില്ലേജ് ആണ് കേട്ടോ. അപ്പോൾ അത് വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് പ്രവർത്തിക്കാരാണ്, അതായത് വില്ലേജിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്.
അപ്പം ഗ്രാമതലത്തിൽ പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല എന്തായിരുന്നു? ഈ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പ്രവർത്തിക്കാർക്കായിരുന്നു എന്ന് ഓർക്കുക. പിന്നെ മണ്ഡപത്തും വാതിക്കലാണ് നമ്മുടെ ഇപ്പോഴത്തെ താലൂക്ക് ഓഫീസർ പോലെയുള്ള എന്താണ് പകുതികൾ ചേർന്ന, അതായത് വില്ലേജുകൾ ചേർന്നതാണ് താലൂക്ക് അല്ലേ. അതിവിടെ എന്താണ്? മണ്ഡപത്തും വാതിക്കലാണ്. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് തഹസിൽദാർമാരുടെ ആ ഒരു പദവിയിലുള്ള ആളാണ്. കാര്യക്കാരാണ്. പിന്നെ പതിവ് കണക്കെന്ന് പറഞ്ഞാൽ എന്താണ്? വാർഷിക ബഡ്ജറ്റ് ആണെന്നും കൂടി ഓർക്കുക. പിന്നെന്താണ്? തൃപ്പടിദാനം. മാർത്താണ്ഡവർമ്മ നാടുകൾ വെട്ടിപ്പിടിച്ചു വിസ്തൃതമാക്കി തീർത്ത തിരുവിതാംകൂർ രാജ്യം 1750 ജനുവരി 3-ാം തീയതി ബുധനാഴ്ച രേവതി നക്ഷത്രവും പൂർവപക്ഷത്ത് സപ്തമിയും ചേർന്ന സുദിനത്തിൽ കൊല്ലം 925 മകരം 5 ശ്രീ പത്മനാഭന് സർവസ്വധാനമായി സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ കർമ്മപദ്ധതിയിലെ സുപ്രധാന സംഭവമാണ്. അന്നു മുതൽ അദ്ദേഹം അനന്തരഗാമികളും പത്മനാഭന്റെ ദാസന്മാർ എന്ന നിലയ്ക്ക് ദേവാർപ്പിതമായ പാവന നിയോഗമായി രാജ്യഭരണം നടത്തുന്നതായിരുന്നു തൃപ്പടിദാനത്തിന്റെ ആന്തര അർത്ഥം. തൃപ്പടിദാനം നിർവഹിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയുന്നതിനും ക്ഷേത്രഭരണം നല്ല നിലയ്ക്കാക്കുന്നതിനും അദ്ദേഹം നടപടികൾ സ്വീകരിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളും അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണവും 1731 ആരംഭിച്ച് 33 പൂർത്തിയായി. ഗണ്ഡകി നദീതടത്തിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത്. ഒറ്റക്കൽ കൊണ്ടുള്ളതും ഒറ്റക്കൽ മണ്ഡപം എന്നും പ്രസിദ്ധവുമായ മുഖമണ്ഡപത്തിന്റെ നിർമ്മാണം നടന്നതും ഇക്കാലത്താണ്. AD 1566 ആരംഭിച്ച് കിഴക്കേ ഗോപുരത്തിന്റെ നിർമ്മാണം 5-ാം നിലയോളം എത്തിയതും തൃപ്പടിദാനത്തിന് ശേഷമായിരുന്നു. 2 തവണ നടത്താനുള്ള ഏർപ്പാടുകളും മാർത്താണ്ഡവർമ്മ ചെയ്തു. പുരാണത്തിലെ കർത്തവീര്യാർജനനുമായി ബന്ധപ്പെട്ട പൂജാവിധങ്ങളെ മാതൃകയാക്കി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപവും മുറദീപവും തുടങ്ങിയതും മാർത്താണ്ഡവർമ്മയാണ്. അപ്പം എന്താണ് തൃപ്പടിദാനം? നമ്മൾ കേട്ടിട്ടുണ്ട് 1750 ജനുവരി 3-ാം തീയതിയാണെന്ന് അറിയാം അല്ലേ. ഓർക്കുക, രേവതി നക്ഷത്രമാണ്. ഒരു ബുധനാഴ്ച രേവതി നക്ഷത്രത്തിലായിരുന്നു. എന്താണ് കൊല്ലവർഷം ചോദിച്ചാൽ 925 മകരം 5ആണ്. 925 മകരം 5. പിന്നീട് എന്താണ്? പത്മനാഭന്റെ ദാസന്മാർ എന്നായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ നടത്തുന്നുണ്ട്. 1731 തുടങ്ങി 33 അത് അവസാനിക്കുന്നത്. 20 വർഷത്തോളം എടുത്തു. പിന്നെ ഇവിടുത്തെ പത്മനാഭ വിഗ്രഹം പണിതിരിക്കുന്നത് 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ്. ഇതെവിടെ നിന്നാണ്? ഗണ്ഡകി നദീതടത്തിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്നതാണെന്ന് ഓർക്കുക. പിന്നെ ഒറ്റക്കൽ മണ്ഡപമുണ്ട്. ഇതിൻ്റെ മുഖമണ്ഡപമാണ് ഒറ്റക്കൽ മണ്ഡപം എന്ന് പറയുന്നത്. ഒറ്റക്കല്ലിൽ തീർത്ത മണ്ഡപമാണ്. പിന്നെ കിഴക്കേ ഗോപുരം ഇപ്പം 5 നിലയോളം ഉണ്ട്. ഓക്കെ, അതിൻ്റെ പണി തുടങ്ങുന്ന 1566 5 നിലയോളം എത്തിയത് എന്താണ്? തൃപ്പടിദാനത്തിനും ശേഷമായിരുന്നു എന്ന് ഓർക്കുക. ഇതൊക്കെ ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പിന്നെ ഇവിടുത്തെ എന്താണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാവിധങ്ങളെ എന്തിനെയാണ് മാതൃകയാക്കിയേക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്തവീര്യാർജനനുമായി ബന്ധപ്പെട്ട പൂജാവിധങ്ങളെയാണ് മാതൃകയാക്കിയേക്കുന്നത്. ആ ഒരു മാതൃക വെച്ചിട്ടാണ് മുറജപം ഭദ്രദീപമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നും കൂടി ഓർക്കുക. ദെൻ സാംസ്കാരിക പുരോഗതി. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണത്തിൽ മതത്തിനുണ്ടായ പുരോഗതിക്ക് സമാന്തരമായി സാഹിത്യവും കലകളും വികസിക്കുകയുണ്ടായി. തിരുവനന്തപുരം വൈജ്ഞാനികവും കലാപരവുമായ വ്യാപാരങ്ങളുടെ മുഖ്യ രംഗമായി തീർന്നു. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിനെ അലങ്കരിച്ചു. കൂത്ത്, പാടകം, കഥകളി, തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകൾ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ചുവർ ചിത്രകല ശ്രദ്ധാർഹമായ വികാസം നേടിയിരുന്നതിന് പത്മനാഭപുരം കൊട്ടാരത്തിലെ ചിത്രങ്ങൾ തെളിവാണ്. തിരുവിതാംകൂറിന്റെ വിപുലീകരണവും കേന്ദ്രീകരണ ഭരണത്തിന്റെ സ്ഥാപനവും എന്ന പോലെ മതത്തിനും സാഹിത്യത്തിനും കലകൾക്കുമുണ്ടായ വികാസവും മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ സുസ്മരണീയമാക്കി തീർത്തു. അദ്ദേഹത്തെ ആധുനിക തിരുവിതാംകൂറിന്റെ എന്ന് വിളിക്കുന്നത് ഏത് രീതിയിലും ശരിയാണ്. അപ്പോൾ സാംസ്കാരിക പുരോഗതി നോക്കിയ സാഹിത്യത്തിനും കലകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാരൊക്കെ ആസ്ഥാന കവികളായിരുന്നു നോക്കുക. കൂത്ത്, പാടകം, കഥകളി, തുള്ളൽ ഇതുപോലെയുള്ള ക്ഷേത്രകലകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ചുവർ ചിത്രകല പ്രോത്സാഹിപ്പിച്ചിരുന്നു നോക്കുക. ഓക്കെ, കേന്ദ്രീകൃത ഭരണത്തിന്റെ സംസ്ഥാനവും എന്ന പോലെ എന്ന് വെച്ചാൽ എന്താണ്? സംസ്ഥാപനവും എന്ന പോലെ എന്ന് വെച്ചാൽ ഇപ്പം പകുതികളെ പറ്റി പറഞ്ഞു, മണ്ഡപത്തും വാതുക്കലിനെ പറഞ്ഞു അല്ലേ. ഇതുപോലെയൊക്കെയുള്ള ഭരണ സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ദേവസ്വം, ബ്രഹ്മസം, പാട്ടം, മണ്ഡാരവക എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ തിരിക്കുന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ എന്താണ്? കേന്ദ്രീകൃത ഭരണത്തിൽ പറയുന്നതാണ് അല്ലേ. പിന്നെ യൂറോപ്യൻ മാതൃകയിൽ സൈന്യത്തിന് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും പറയുന്നുണ്ട് അല്ലേ. പിന്നെ മതത്തിനും സാഹിത്യത്തിനും കലകൾക്കും ഉണ്ടായ വികാസമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ് മാർത്താണ്ഡവർമ്മയെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ വിളിക്കുന്നതെന്നും കൂടി ഓർക്കുക. അപ്പം ഇതുവരെ നമ്മൾ എന്താണ് മാർത്താണ്ഡവർമ്മയാണ് പഠിച്ചത്. ഇതുവരെയുള്ള എല്ലാ എക്സാമിനും മാർത്താണ്ഡവർമ്മ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്
ഈ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം ഒന്ന് വായിച്ചിരിക്കാം എന്നോർത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും പുസ്തകം കയ്യിൽ വെച്ച് തന്നെ ഇത് വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കേൾക്കുക, അധികമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.